പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ പാടത്തേക്ക് ഇറങ്ങിയിട്ടാട്ടോ കാറ്റ് കൊള്ളാൻ വേണ്ടിയിട്ട് എല്ലാവരും ഉണ്ട്. അപ്പോൾ ഗായ്സ്, ഇത് ഒരു വലിയൊരു കാടാണ്. അതിൻ്റെ ഉള്ളിൽ കുരങ്ങിന് അങ്ങനത്തെ മലമ്പാമ്പ് ആന അങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷെ അന്ന് ഞങ്ങൾ ഒരു കുരങ്ങിനൊക്കെ കണ്ടിരുന്നു കേട്ടോ. 2 കുരങ്ങിനൊക്കെ തെങ്ങിൻ്റെ മുകളിൽ കയറിയിട്ട് തേങ്ങ ഒക്കെ കഴിച്ചതിൻ്റെ ഒരു പാടുകളൊക്കെ കണ്ടിട്ടായിരുന്നു. അപ്പം നമ്മൾ പാടത്തേക്ക് ഇറങ്ങിയതാണ്. ഇതാണ് കേട്ടോ, വലിയൊരു പാടാണ്. അവിടെ നിന്നിട്ട് ആ ഒരു അറ്റം വരെ ഉണ്ട്. അപ്പോൾ ആ ഒരു കാഴ്ച കാണാൻ ഭയങ്കര രസമാണ്. ആകാശം ഒക്കെ കാണാൻ നല്ല രസമാണ്. അപ്പം ഞങ്ങളൊരു ചെടി ഇടാനൊക്കെ ഒരു സ്ഥലത്തേക്ക് പോവാണ് കേട്ടോ. അപ്പം ഞങ്ങൾ ഇത്ര പേരുണ്ട്. പിന്നെ അതിലൊരാൾ കൂടി ഉണ്ട് കേട്ടോ. പിന്നെ ഇവിടെയൊക്കെ ഒരു ചെടികളൊക്കെ സെറ്റാക്കി വെച്ചിരിക്കണം, നല്ല ഭംഗിയാണ്. പിന്നെ അവിടേക്കായിട്ട് ആ ഭാഗത്തൊക്കെ ആയിട്ടൊരു പാലുണ്ട്, ചെറിയ പാലാണ്. അങ്ങോട്ട് പോകുമെന്നറിയില്ല. നമ്മളിപ്പോൾ ഇവിടെയൊക്കെ കാണാനായിട്ട് അതൊക്കെ കൊണ്ടില്ല. ഫുൾ പച്ചപ്പ്, എവിടേക്ക് തിരിഞ്ഞാലും ഫുൾ പച്ചപ്പ് കേട്ടോ. ഇങ്ങോട്ടൊക്കെ തിരിഞ്ഞാലൊക്കെ പച്ചപ്പ് തന്നെയാണ്. പക്ഷേ ഒരു സൈഡ് മാത്രം കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇത് മുമ്പ് മറ്റേ മഴയൊക്കെ പെയ്യുമ്പോൾ വെള്ളം നിറഞ്ഞ് എടുക്കുമായിരുന്നു കേട്ടോ. നല്ല ഭംഗിയുണ്ട് ഇപ്പോൾ കാണാൻ. ഗായ്സ്, ഇത് നോക്കിയാൽ നല്ല രസമുണ്ട്. ഇതിൽ താമരയാണ് കേട്ടോ. താമര രസത്തൊക്കെ ചെടികളൊക്കെ ഇവിടെയൊക്കെ സെറ്റപ്പാണ്. ഇവിടെ ആരോണ്ട് വെക്കുന്നതാണ് ഇങ്ങനെയൊക്കെ ചട്ടിയിലൊക്കെ ആക്കിയിട്ട്. ഗൈസ്, ഇവിടെ താമരങ്ങൾ ഈ ഭാഗത്ത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇനിയിപ്പോൾ വിരിയണം. ഒന്ന് വിരിയാൻ കിടക്കുന്നുണ്ട്, പക്ഷെ വിരിയണില്ല കേട്ടോ. എന്നേലൊക്കെ വിരിഞ്ഞോളൂ. പിന്നെ ഗൈസ്, ആ ഭാഗത്തായിട്ട് എൻ്റെ കുഞ്ഞിപ്പാൻ്റെ ഗൈസ് ഈ ചെടി നോക്കിയേ കണ്ടോ. ആകാശത്തൊക്കെ എത്തണോ, അത്ര വലുതാണ് കണ്ടോ. ഞങ്ങളിവിടെ ഉണ്ട്. ഇവിടെ അത്ര നല്ലൊരു സൈഡ്. അത് ഗൈസ്, അവിടെയാണ് ആടുള്ളത്. നമ്മളങ്ങോട്ട് പോവുകയാണ്. ഇത് കണ്ടോ, ഇങ്ങോട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ ഈ കണ്ടതാണ് ശ്മശാനം. ശ്മശാനത്തിൻ്റെ ആ ഭാഗത്തായിട്ട് സിറ്റിംഗ് ഏരിയയാണ്. ഞങ്ങളവിടെ ഇരിക്കാറുണ്ട് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് വന്നിരിക്കും. രാത്രി ഇങ്ങോട്ട് വരാൻ പാടില്ല, കാരണം ഇവിടെ മരിച്ചവരതിൻ്റെ ആത്മാവുകളുണ്ടാവും. പിന്നെ ഒരു ദിവസം ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നിട്ട് ഈ സൈഡിൻ്റെ അവിടെ കേട്ടോ. ഈ സൈഡിൻ്റെ അവിടെ ആയിട്ട് ഒരു മലമ്പാമ്പ് അങ്ങനെ ഒരു എല്ലാത്തിനൊക്കെ ഒരു കണ്ടിരുന്നു. ഞങ്ങളൊരു ദിവസം ഇവിടെ പാമ്പിനുണ്ട് കേട്ടോ. ഇവിടെ ഏരിയയിലായിട്ട് പാമ്പുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്, കാരണം വലിയ ഫുൾ പച്ചപ്പായിട്ടല്ലേ. അത് കാരണം പാമ്പുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഞങ്ങൾ പിന്നെ ഇവിടെയൊക്കെ കറങ്ങാറുള്ള, എന്നും ഇവിടെ കറങ്ങാറുള്ള തൂക്കിച്ചക്ക കാട്ടിനൊക്കെ ഉണ്ടില്ലേ. അവർക്ക് നമുക്ക് കാലടയെങ്കിൽ അവിടെ പോയി ഇരിക്കില്ല. ഇവിടെ തന്നെ ഇരിക്കണം അവർക്ക്. എന്താല്ലേ നോക്കിയത്, ഇതൊക്കെ പക്ഷെ ഇവിടെയൊക്കെ കാണാൻ നല്ല രസം. അവിടെയൊക്കെ ആകാശമൊക്കെ നോക്കുമ്പോഴേ എന്ത് രസമാണ് കാണാൻ. ഇതിനും അടിപൊളി ഉണ്ട്. പക്ഷെ ഞാൻ ഇവിടുത്തെ നമ്മളൊരു ഇങ്ങോട്ടേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു കാഴ്ച നല്ല രസം തന്നെയാണ്. അപ്പം നമ്മൾ ആടിൻ്റെ അടുത്ത് എന്താ ക്യൂട്ട് ബേബീസ്, ആ ഒരു വെള്ള ആടിനുണ്ടോ, ആ ആട് ഗർഭിണിയാണ്. അതിന് ഒരു ഉണ്ണിനൊക്കെ കിട്ടും. ആ ഒരു ബ്രൗണി ചെറിയ ബേബി മറ്റേ വേറൊരു ബ്രൗണ് പ്രസവിച്ചതാണ് കേട്ടോ. അതിനെ ഇപ്പോൾ 2 എണ്ണത്തിന് പ്രസവിപ്പിച്ചിട്ടുണ്ട്. ഒരു ട്വിൻസാണ്, ഒന്നാണും പെണ്ണാണ്. അപ്പോൾ അതിൻ്റെ വെള്ളമുണ്ട്, അത് പ്രസവിച്ച ഏതാണ് കിട്ടണമെന്നറിയില്ല. 2 കുഞ്ഞുങ്ങളായിരിക്കും, അല്ലെങ്കിൽ അറിയില്ല. ഇതിൻ്റെ ഉള്ളിലും പാമ്പുകളുണ്ടാവും കേട്ടോ. ഇവിടെയൊക്കെ പാമ്പുകളുള്ള നിറച്ചാണ്. ഒരു ദിവസമുണ്ട് ആ ആടിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഗായ്സ്, അത് ഒരു ദിവസം ഞങ്ങൾ ഇങ്ങോട്ട് വരുന്ന സമയത്തുണ്ട് ആകെ ചളി മണ്ണൊക്കെ ആയിട്ട് കിടക്കും. എന്നിട്ട് ഇതിനൊക്കെ കാണാൻ നല്ല തമാശ കേട്ടോ. ഇങ്ങനെയൊക്കെ പറയാനും പറ്റും. ആ ആടുണ്ട് ഇങ്ങനെ ചാടി കളിക്കാൻ നില എടുക്കാൻ ഇങ്ങോട്ട് പോയപ്പോൾ കണ്ടു വീണിട്ട് ചളിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇന്നെടുക്കുന്ന പറഞ്ഞിട്ട് ബാങ്ങാക്കുന്നത്. ഞങ്ങളൊക്കെ ചിരിച്ചിടുക. എന്നിട്ട് എടുത്തിട്ട് കുളിപ്പിച്ച് ചളിയിട്ട് ആ വെള്ളേനെ ഇട്ടു. ഗൈസ്, ആ ഒരു ഭാഗത്തില്ലേ നല്ല പുല്ല് കെട്ടിക്കെടുക്കുന്നത് ഗൈസ്. അത് ഈ ഭാഗത്തോട്ടൊക്കെ അങ്ങനെ പോയിട്ട് വേണം അങ്ങോട്ടേക്ക് എത്താൻ കേട്ടോ. ഞാൻ പറഞ്ഞ പാലതാ അവിടേക്കുണ്ട്, നടുക്കുണ്ട് ഒരു പാലുണ്ട്. 2 പാലുണ്ട് കേട്ടോ. അവിടെ നിന്ന് ഇങ്ങോട്ടൊന്ന് അങ്ങോട്ടൊന്ന്. പിന്നെ അവിടുന്ന് ഇങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാൽ ആ ഒരു കെട്ടി നിൽക്കണ ഒരു പുല്ലാണ്.
അതവിടെ വീടുകളിനൊരു കുഴപ്പമില്ല, വീടുകളൊക്കെ അവിടെ ഉണ്ട്. അപ്പോൾ അവരുടെ പാടാണ് അത്. കഴിത്തൊക്കെ രസമൊക്കെയാണ്. ഉള്ളിലൊക്കെ പണ്ട് മീനൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഇവിടുന്ന് മീൻ പിടിക്കാൻ. അപ്പോൾ ഒന്നും ഇത്ര പുല്ലുണ്ടായിരുന്നില്ല, ഒരു തരി പുല്ല് പോലും ഉണ്ടായിരുന്നില്ല കേട്ടോ ഗൈസ്. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. ബൈ. എന്തായാലും ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബൈ.